ഡോക്ടർ ജി വി ഹരി, നോക്കൂ, ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ്. വധശ്രമത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇപ്പം 300ഓളം പേരെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്. ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ശരിയായ ദിശയിലല്ല അന്വേഷണം എന്ന് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പരാതിയുണ്ട്. അത് ഇ ഡി ഡയറക്ടറെ തന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കേരള പോലീസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത് എന്നൊരു പരാതി ഇ ഡിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ പരാതി പരിഹരിക്കാൻ പാകത്തിലുള്ള ഇടപെടലുകളൊന്നും ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. കഴിഞ്ഞ ദിവസം കൻ്റോൺമെൻറ്റ് അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നല്ലാതെ പ്രതികൾ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്, പോലീസിൻ്റെ മുന്നിലുണ്ട്. പക്ഷേ പ്രതികളിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ CBI തന്നെ വരേണ്ടി വരുമോ? CBI വരുന്നത് കേരള പോലീസിന് നാണക്കേടാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? എനിക്ക് തോന്നുന്നത് ഈ പരാതി ജനൻ TV-യുടെ പരാതി മാത്രമാണ്. ഇ ഡിക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം വളരെ കൃത്യമായ അന്വേഷണം, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം 30 അംഗ ടീമാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഇന്നലെയോ ഇന്ന് രാവിലെയോ ഇ ഡി ഓഫീസിലെത്തി എല്ലാവരുടെയും മൊഴികൾ എടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം തന്നെ പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും മൊഴികൾ എടുത്തിട്ടുണ്ട്. അവർ നൽകിയിട്ടുള്ള പരാതി വളരെ വിശദമായി കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അറസ്റ്റ് വാറണ്ടിന് ആവശ്യമായിട്ടുള്ള വാറണ്ട് അടക്കമുള്ള കാര്യങ്ങളുടെ എല്ലാ സീറോക്സ് കോപ്പി അടക്കം അവർ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് താങ്കൾ സൂചിപ്പിച്ച പോലെ അസാധാരണമായ ഒരു കാര്യമാണ്. ഇത് ഞാനും കരുതുന്നത് ഇതൊരു കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി തന്നെ നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത, അങ്ങേയറ്റം അപലപിക്കേണ്ട ഒരു ആക്രമണമാണ് നടന്നിട്ടുള്ളത്. കാരണം ഇ ഡി ഉദ്യോഗസ്ഥർ അവരുടെ ഉത്തരവാദിത്വം, അവരുടെ ജോലിയാണ് നിർവഹിച്ചിട്ടുള്ളത്. അത് നിർവഹിക്കാനായിട്ട് വരുന്ന ആളുകളെ തടസ്സപ്പെടുത്തുകയും അവരെ ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ അവരെ വധിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒട്ടും അഭിലഷണീയമായിട്ടുള്ള കാര്യമല്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും ശരി തന്നെ. അത് മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടല്ല ഈ കേസ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടൊരു കാര്യം. ഇത് നമുക്കറിയാവുന്നതുപോലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ പേരിലാണ് ഈ കേസുള്ളത്. SFIO നടത്തിയിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CMRL അവർ തമ്മിൽ, ആ 2 കമ്പനികൾ തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപാടിനകത്ത് കള്ളപ്പണ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇ ഡി ശ്രമിക്കുന്നത്. അപ്പോൾ രാജ്യത്തെ എല്ലാ പൗരന്മാരും നിയമത്തിൻ്റെ മുമ്പിൽ ഒരുപോലെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് എനിക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നന്ദുവിനും അതോടൊപ്പം തന്നെ ശ്രീ അനിൽ നമ്പ്യാർക്കും അതോടൊപ്പം തന്നെ ഇനി വരാൻ അല്ലെങ്കിൽ ആഷിം മരിയലിനാണെങ്കിലും ഒക്കെ തന്നെ നിയമം എല്ലാവർക്കും തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നിയമം അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അന്വേഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം എല്ലാ ഏജൻസികൾക്കുമുണ്ട്. അപ്പോൾ അതിനകത്ത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസ് അന്ന് നടത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ചില ആക്ഷേപങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ ആക്ഷേപങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ആഭ്യന്തര വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ആഭ്യന്തര വകുപ്പിൻ്റെ ഇടപെടൽ വളരെ കൃത്യമായി തന്നെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കാരണം അതൊരു വലിയ കലാപമായി മാറാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു ഹർത്താലോ അല്ലെങ്കിൽ ബന്ധോ ഒക്കെ നടത്താൻ CPM-ന് കഴിയാതെ പോയത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പും വളരെ കൃത്യമായി സംയമനം പാലിച്ചതുകൊണ്ടാണ്. ഇപ്പം നമുക്കറിയാവുന്നതുപോലെ സിനിമാ സ്റ്റൈലിൽ നമുക്ക് പോലീസിന് ആക്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അത്തരത്തിലൊരു വൈകാരികമായ ഒരു സ്ഥലത്ത് എങ്ങനെ ഇടപെടണം എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പോലീസ് അത് ഇടപെട്ടിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യേണ്ട ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴുള്ളത് പ്രധാനപ്പെട്ടൊരു ആരോപണം നേതാക്കന്മാരിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു ചർച്ചയിൽ ഞാനും ശ്രീ അനിൽ നമ്പ്യാരും പങ്കെടുത്ത ഒരു ചർച്ച ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതിനകത്ത് അങ്ങ് സൂചിപ്പിച്ചത്, അന്ന് നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ രക്ഷാദൗത്യം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ എന്തുകൊണ്ട് നമ്മൾ ഈ വധശ്രമത്തിന് ആ വകുപ്പ് എടുത്തില്ല. അന്ന് ഞാൻ പറഞ്ഞത് താങ്കൾ ഓർക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും അതെടുക്കും. അതിപ്പോൾ എടുത്തിട്ടുണ്ട്. നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. അവരെല്ലാം ഒളിവിലാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്കുള്ള അർജൻസി കൺസിഡർ ചെയ്യും. 24 hours ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെടുക്കും.
അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നത് പോലീസിന് മാത്രമല്ല എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവസാനിക്കുന്നത് കോടതിയിലാണ്. ആ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കോടതിയിൽ അവിടെ കൃത്യമായി കൊണ്ടുവയ്ക്കേണ്ട അല്ലെങ്കിൽ കാണിക്കേണ്ട അല്ലെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള തെളിവുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ പോലീസിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പോലീസിനാണെങ്കിലും നമുക്കറിയാവുന്നതുപോലെ പുതിയ നിയമപ്രകാരമുള്ള IPC എന്ന് പറയുന്നതൊക്കെ മാറ്റിയിട്ടുണ്ട്. IPC പ്രകാരമുള്ള പഴയ IPC പ്രകാരമുള്ള CRPC പ്രകാരമുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാത്രമേ അവർക്കും കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കൂ. ഡോക്ടർ ഹരി നോക്കൂ, എല്ലാം താങ്കൾ പറഞ്ഞതിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. അപ്പോൾ ഒരു വലിയൊരു കലാപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത് എന്ന് പോലീസ് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് പോലീസ് ഇടപെടാതിരുന്നത് എന്ന് താങ്കൾ പറഞ്ഞു. ഇപ്പോൾ അതിക്രമം നടത്തിയ ശേഷം പാർട്ടിയുടെ പ്രാദേശിക ഓഫീസിലാണ് ഈ പ്രതികളെല്ലാം ഒളിച്ചിരുന്നത് അല്ലേ? അതെ. അന്ന് അവിടെ കണ്ടൊരു കാഴ്ച, വൈകിയാണ് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥലത്ത് എത്തിയത്. വൈകിയാണ് എത്തിയത്. അതെ. ഈ ദൃശ്യങ്ങൾ മാത്രം താങ്കളൊന്ന് പരിശോധിക്കുക. ഈ ADGP വളരെ ഭവ്യതയോടെ നിൽക്കുകയാണ് ശിവൻകുട്ടിയുടെ മുന്നിൽ, അതുപോലെ ജോയിയുടെ മുന്നിൽ, റഹീമിൻ്റെ മുന്നിലൊക്കെ. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇവരുമായിട്ട് കൂടിയാലോചിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആദ്യം പറഞ്ഞ എന്താ, പാർട്ടി കുറച്ച് പേരുടെ പേര് തരും, അവരെ അറസ്റ്റ് ചെയ്താൽ മതി. ഉന്നത നേതാക്കളെ സംരക്ഷിക്കുകയാണ്. ഇപ്പോൾ EDയുടെ ഏറ്റവും വലിയ ആക്ഷേപം എന്താ, പരാതി എന്താ? ഇതിലൊരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. കാരണം ED റെയ്ഡ് തുടങ്ങി 3 മണിക്കൂറിന് ശേഷമാണ് ആ വാടക വീടിന് ചുറ്റും ആളുകൾ എത്തുന്നത്, പാർട്ടി പ്രവർത്തകർ എത്തുന്നത്. അവരവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ഒരു വേള ഈ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. പോലീസ് നിസ്സംഗരായിട്ടൊക്കെ നിൽക്കണം, ശരിയാണ്. പക്ഷേ ഇപ്പോഴും ഭരണം മാറിയിട്ടും പോലീസ് ആ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇപ്പം നോക്കൂ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിന് ആണ് ഇപ്പോൾ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ആരാ ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്? ആരാ? ഡോക്ടർ GV ഹരി, കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള നേതാവ്. മറ്റൊരു പരാതി ഉയർന്നു വന്ന എന്താ, ഈ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അവിടെ ഈ CPMകാരുമായിട്ട് നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ് ഈ സൊറ പറഞ്ഞ് നിന്നതും നമ്മൾ കണ്ടതാണല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു സുതാര്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അന്വേഷണം ഇതിൽ ഉണ്ടാവുക? ഗൂഢാലോചന നടത്തിയവർക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ? ആരെങ്കിലും ഈ പ്രതിപട്ടികയിൽ ഏതെങ്കിലും നേതാവിൻ്റെ പേരുണ്ടോ? ജോൺ ബ്രിട്ടാസ് ആദ്യം നടപടിയെടുക്കേണ്ടത് അയാൾക്കെതിരെയല്ലേ? അതുപോലെ റഹീം അല്ലേ? ശിവൻകുട്ടിയൊക്കെ സാന്ത്വനിപ്പിക്കാനും സമാശ്വസിപ്പിക്കാനും ഒക്കെയുള്ള ഇടപെടലുകൾ നടത്തി. പക്ഷേ ഇതിന് ആക്രോശം നടത്തിയത്, ഇതിന് ആഹ്വാനം നടത്തിയത് ആരാ? ബ്രിട്ടാസിനെയും റഹീമിനെയും പോലുള്ള നേതാക്കന്മാരല്ലേ? അവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ ഈ കേരള പോലീസിന് ധൈര്യമുണ്ടോ? തീർച്ചയായിട്ടും. അന്ന് നമ്മൾ കണ്ടൊരു കാഴ്ച താങ്കൾക്ക് തന്നെ അറിയാവുന്നതാണ്. നമുക്ക് ഈ സർക്കാർ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സംഭവം നടക്കുമ്പോൾ. അപ്പോൾ ആ സംഭവത്തിന് ശേഷം നമുക്കറിയാവുന്ന കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വച്ചിട്ടുള്ള ആളുകളാണ് അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ പറയുന്ന ADGP ഇൻ്റലിജൻസ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നവരൊന്നും സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് മുൻ മന്ത്രിയായിരുന്ന ശ്രീ V ശിവൻകുട്ടി, അതോടൊപ്പം മുൻമന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അത്തരത്തിലുള്ള വളരെ ഹൈ പ്രൊഫൈലായിട്ടുള്ള നേതാക്കന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഭരണം മാറി എന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവർക്കറിയാവുന്നതുപോലെ അവരൊക്കെ നേതാക്കന്മാരാണ്. അത് മാത്രമല്ല, മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് 10 വർഷം കേരളം ഭരിച്ചിട്ട് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് ഈ റെയ്ഡ് നടത്തുന്നത്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരും നമ്മളെയൊക്കെ പോലെ മനുഷ്യരാണ്. പക്ഷേ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പോലീസുകാർക്ക് വെൽഫെയർ അസോസിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സ് വെൽഫെയർ അസോസിയേഷനാണ്. അവർക്ക് രാഷ്ട്രീയമില്ല അതിനകത്ത്. അവരുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെൽഫെയർ അസോസിയേഷൻ സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പ്രസിഡൻ്റാണ് ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. CI ആണ് അദ്ദേഹം. മ്യൂസിയം വെൽഫെയർ ഒന്നുമില്ല, അസോസിയേഷൻ ആയിക്കോട്ടെ. തികഞ്ഞ ഒരു പൊളിറ്റിക്കലി അത് എഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സംഘടന. ഞാനതിൻ്റെ വെൽഫെയർ ഇല്ലെങ്കിൽ പോലും ദാറ്റ് ഓർഗനൈസേഷൻ ഈസ് മെൻ ഫോർ വെൽഫെയർ ഓഫ് ദി പോലീസ് ഫോഴ്സ്. അല്ലാതെ അതിനകത്ത് രാഷ്ട്രീയം പാടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ അതിനകത്ത് രാഷ്ട്രീയം കടന്നു വരുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഞാനതിനെ ന്യായീകരിക്കുകയല്ല. അപ്പോൾ അതിനകത്ത് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ അതത് കാലത്ത് നിൽക്കുന്ന രാഷ്ട്രീയ ഗവൺമെൻറ്റുകളോട് ചായ്വ് കാണിക്കും, സ്വാഭാവികമാണ്. ഇപ്പോൾ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇടക്കാലത്ത്
അരവിന്ദ് കെജ്രിവാളിൻ്റെ അദ്ദേഹം അവിടെ ഭരിച്ചിരുന്ന സമയത്ത് എല്ലാ ഡൽഹി പോലീസ് അവിടുത്തെ കേന്ദ്രസേന അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആവശ്യപ്പെട്ടാൽ പോലും അത് അവർ ചെയ്യാത്ത അല്ലെങ്കിൽ അവർ അവിടുത്തെ ഡൽഹി പോലീസ് അനങ്ങാത്തൊരു കാഴ്ച നമുക്ക് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. BJPക്ക് ഇപ്പോൾ ആ കേന്ദ്രത്തിലെ നേതാക്കന്മാർക്ക് വളരെ ഈസിയായി അവിടെ കാര്യങ്ങൾ ചലിപ്പിക്കാൻ സാധിക്കുന്നത്. ഞാൻ എന്നോട് പറഞ്ഞിരേണ്ട കാര്യമില്ല, ഇതൊക്കെ അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ സർക്കാർ മാറിയാലും മാറിയില്ലെങ്കിലും അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് ചെയ്യാത്തടത്ത് ആണ് മറ്റൊരു ഏജൻസിയെ അന്വേഷിക്കണം എന്ന് പറയും. ഇപ്പോൾ EDക്ക് അത്തരത്തിലൊരു ആക്ഷേപമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ED ഇപ്പോൾ വെള്ളിയാഴ്ച കേസ് നോക്കൂ, ഇത് ജനം ടിവിയുടെ ആവശ്യമല്ല, ജനം ടിവിയുടെ ആവശ്യമല്ല, അല്ല ഒരിക്കലല്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു പരാതിയുണ്ട്. കാരണം ഇത്ര ദിവസമായി അല്ല, അങ്ങനെ ഒരു ഔദ്യോഗികമായ പരാതി ഞാൻ ഒരിടത്തും കേൾക്കാത്തതുകൊണ്ടാണ് ആർക്കെതിരെ നടപടിയെടുത്തു, ഇത്രയും ദിവസമായിട്ട് ആർക്കൊക്കെ എതിരെ നടപടിയെടുത്തു. വധശ്രമമാണ്. അവിടെ ആ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നു, ഈ കല്ലെറിഞ്ഞ സമയത്ത്, ഇഷ്ടിയൊക്കെ എറിഞ്ഞ സമയത്ത് ആ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ ഈ പറഞ്ഞതുപോലെ പോലീസ് നിഷ്ക്രിയത്വം കാട്ടി അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴും അയ്യോ ഒരു കലാപം ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് ഇതാ ഞങ്ങൾക്ക് ഒരു പോലീസ് ആക്ഷനിലേക്ക് കടക്കാൻ പറ്റില്ല, ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ നിയമത്തിൻ്റെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അർജൻസി ഓഫ് ദി എന്താ നമ്മൾ ആ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിനകത്ത് താങ്കൾ സൂചിപ്പിച്ച പോലെ അവിടെ ആർക്കും ഒരു ജീവൻ ഹാനി ഉണ്ടായിട്ടില്ല. പക്ഷേ അതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന തരത്തിലേക്കുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 1-2 പേർക്ക് ചെറിയ പരിക്കുകൾ ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ പരിക്കുകൾ, വണ്ടിക്ക് വന്ന വാഹനത്തിനകത്ത് വലിയ പരിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പോലീസിന് അത്തരത്തിലുള്ളൊരു ഇമീഡിയറ്റ് ആക്ഷനിലേക്ക് പോകാനായിട്ട് സാധിക്കാത്തത്. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രതികളൊക്കെ ഊരിപ്പോരും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെളിയിക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ടാണ് പോലീസ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിയമത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഓരോ കുറ്റകൃത്യത്തിൻ്റെയും അതിൻ്റെ ഒരു കാഠിന്യം അനുസരിച്ചിട്ടാണ് പോലീസ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരാളെ കൊലപ്പെടുത്തി എന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ ഇമീഡിയറ്റ് അറസ്റ്റാണ്. എന്നെ ഞാൻ അന്വേഷിച്ചിട്ട് അറസ്റ്റ് ചെയ്യാം എന്നുള്ള ലെവലിലേക്കല്ല പോകുന്നത്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം ഇത് ഏത് സർക്കാർ ഭരിച്ചാലും, ഇപ്പോൾ BJP ഭരിച്ചു കഴിഞ്ഞാലും കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാലും CPM ഭരിച്ചു കഴിഞ്ഞാലും ചില രീതികളുണ്ട് പോലീസിന്. ആ പോലീസ് ഗവൺമെൻറ് ഇപ്പോൾ നമ്മളിപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു കാര്യം പറഞ്ഞാൽ പോലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു പോലീസുകാരന് ആക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു അങ്ങേയറ്റം തെറ്റായ ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. ഇതിൽ കൾപ്രിറ്റായിട്ടുള്ള ആളുകളെ 100% നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അതുമാത്രമല്ല, എനിക്കൊരു വ്യക്തിപരമായ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, പാർട്ടിക്കും അങ്ങനെ ഒരു അഭിപ്രായം തന്നെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഇതിനകത്ത് പാവപ്പെട്ട കുറച്ച് ആളുകളെ മാത്രമല്ല പിടിക്കേണ്ടത്. ഇതിനകത്ത് വളരെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഇതിനകത്ത് തീർച്ചയായിട്ടും അവർ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. എത്രയോ മണിക്കൂറുകളല്ല അവരുണ്ടായിരുന്നു. അവരുടെ പേരിലും കേസ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഉണ്ടാകണം. കാരണം അതിന് അല്ലെങ്കിൽ അതിനുശേഷവും പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളാണ് തീർച്ചയായിട്ടും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ അതുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ. ഈ വെള്ളിയാഴ്ച കേസ് വരികയാണല്ലോ, കോടതിയിൽ കേസ് വരികയാണല്ലോ. അപ്പോൾ അവിടെ കക്ഷി ചേരുകയാണ്, ED ഉദ്യോഗസ്ഥന്മാർ കൂടി കക്ഷി ചേരുകയാണ്. അന്ന് അവർ അത്തരത്തിലൊരു വാക്കാൽ അല്ലെങ്കിൽ ഒരു രേഖാമൂലം താങ്കൾ പറഞ്ഞതുപോലെ അവർക്ക് അതിനകത്ത് അതൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാണ് എന്ന് ബോധ്യപ്പെടും. പക്ഷേ ഇപ്പോഴില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.